ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ ഒരു വെളിയിലേക്കുള്ള സ്പ്രെഡ് ആകുന്ന ഒരു ന്യൂസാണ് രതീഷ് കുമാറിനെ പുറത്താക്കി എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും ആകാംക്ഷയോടിരിക്കുകയാണ്, എന്താണ് കാരണം? രതീഷിനെ പുറത്താക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. എന്ത് കാരണം കൊണ്ടായിരിക്കാം രതീഷിനെ പുറത്താക്കിയത് എന്നാണ് കൂടുതലും വെളിയിൽ സ്പ്രെഡ് ആകുന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ LGBT കമ്മ്യൂണിറ്റിയെ മോശമായി പറഞ്ഞു, അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് LGBT കമ്മ്യൂണിറ്റി കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ബിഗ് ബോസിന് അവരുടെ പ്രഷർ കൂടിയതിനാലാണ് രതീഷിനെ പുറത്താക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുന്നു. പിന്നെ മറ്റൊരു വിഭാഗം പറയുന്നു സുരേഷിനെ ഗെയ് എന്ന് വിളിച്ചു. വിളിച്ചത് സുരേഷിന്റെ വീട്ടുകാർ കൊണ്ടുപോയി അതിനെതിരെ കേസ് കൊടുത്തു. ആ കേസ് നിലനിൽക്കുന്നതിനാലാണ് രതീഷിനെ പുറത്താക്കിയത് എന്നാണ്. എന്റെ കാൽക്കുലേഷൻ ഇതൊന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ വലിയ വിഷയങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവിടെ ആരെയും ഇങ്ങനെയുള്ള രീതികളിൽ ആരെയും പുറത്താക്കിയിട്ടില്ല. അവിടെ കൂടുതലും കോംപ്രമൈസ് ചെയ്ത് വിടുകയായിരുന്നു. ബിഗ് ബോസ് തന്നെ വിളിച്ചിട്ട് കൺസെഷൻ റൂമിൽ വിളിക്കുക, അവരെ തമ്മിൽ സംസാരിപ്പിച്ച് കോംപ്രമൈസ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. ഇപ്പൊ വെളിയിലെ വിഷയങ്ങൾ പറയുവാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുൻ നടത്തിയ പരാമർശം, അതും ഒരു ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റും. വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ കാമുകി മരിച്ചു കിടക്കുന്നു, ഇന്ത്യൻ പതാക പതിച്ചിരിക്കുന്നു, ഇന്ത്യൻ പതാകയുടെ മുകളിൽ പോയി വീഴുന്നു, കരയുന്നു. അതൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോളിന് തന്നെ എതിരാണ്. അങ്ങനെ ആ വിഷയം വെളിയിൽ ഭയങ്കരമായി ചർച്ചയായി, വലിയ വലിയ ചർച്ചകളിലേക്ക് പോയി. എന്നിട്ടും ബിഗ് ബോസ് അനിയമിതിനെ പുറത്താക്കുകയും ചെയ്തില്ല. മോഹൻലാൽ ഒരു എപ്പിസോഡിൽ വന്നിട്ട് അത് ക്ലിയർ ചെയ്യുകയും അനിയമിതിനെ ബിഗ് ബോസ് വിളിക്കുകയും അതിന്റെ സത്യാവസ്ഥ പറയും, അനിയമിതിൻ പിന്നീട് അത് കളവാണെന്ന് പറയുകയും ചെയ്തു. ഗെയിമിന് വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞ് അതവിടെ കോംപ്രമൈസ് ചെയ്ത് വിടുമായിരുന്നു. അങ്ങനെയുള്ള വലിയ വിഷയങ്ങൾ വന്നിട്ട് പോലും പുറത്താക്കാത്ത ബിഗ് ബോസ് എന്തുകൊണ്ട് രതീഷിനെ പുറത്താക്കി, എന്താണ് ഇങ്ങനെ പുറത്താക്കുന്ന ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോഴും ബിഗ് ബോസ് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് രതീഷിനെ പുറത്ത് വിട്ടത് എന്നാണ് കേൾക്കുന്നത്. 100% എനിക്ക് കൺഫേം ഇല്ല. ഒരു 98% രതീഷിനെ പുറത്താക്കി എന്നുള്ളത് തന്നെയാണ് ന്യൂസ് വരുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ LGBT കമ്മ്യൂണിറ്റിയെ മോശമാക്കുന്ന രീതിയിൽ അവിടെ രതീഷ് എന്ത് സംസാരിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. LGBT കമ്മ്യൂണിറ്റിയുടെ ആണ് പ്രശ്നമെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. മനഃപൂർവ്വം LGBT കമ്മ്യൂണിറ്റിയെ മോശമാക്കാൻ വേണ്ടി രതീഷ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗെയിമിന്റെ ഭാഗമായി ചിലപ്പോൾ വായിൽ നിന്ന് എന്തെങ്കിലും ഇത് വീണിരിക്കാം. പക്ഷെ അങ്ങനെ വീണെന്ന് പറഞ്ഞാലും ഒരു കമ്മ്യൂണിറ്റിയെ എടുത്തു പറയുന്ന രീതിയിൽ രതീഷ് പരാമർശം നടത്തിയിട്ടില്ല. അത് ജാൻമണിയുടെ വിഷയമായിരിക്കാം. ജാൻമണി കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കരുത്, ഇനി നാളെ എന്നെ ഉമ്മ വെച്ചാലോ എന്നൊക്കെ ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിനു മുമ്പ് നടന്ന വിഷയങ്ങൾ ബിഗ് ബോസിനകത്ത് അതിനു മുമ്പ് രതീഷിന്റെയും ജാൻമണിയുടെയും ഫോട്ടോ ഒക്കെ വെച്ച് അവിടെ സിജോ ഒക്കെ ഒരു ഇതുപോലെ തമാശക്കായിരിക്കാം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിനകത്ത് തന്നെ ഒരു തമാശക്കായിരിക്കാം. പക്ഷെ അങ്ങനെ തമാശ കാണിച്ചാലും പുള്ളിക്ക് അത് സീരിയസ് ആയിട്ടായിരിക്കാം വന്നത്. അതുകൊണ്ടായിരിക്കാം പുള്ളി കൂടുതലും ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയുന്നത്. വെളിയിലേക്ക് എങ്ങനെയാണ് ഈ ന്യൂസുകളൊക്കെ പോകുന്നതെന്നോ എങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്നോ അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു LGBT കമ്മ്യൂണിറ്റി മോശമായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും LGBT കമ്മ്യൂണിറ്റി പ്രത്യേകം പേരെടുത്ത് പരാമർശിച്ച് ഒരു പരാമർശം നടത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തത് ഗെയ് എന്ന പരാമർശം, സുരേഷിനെ ഗെയ് എന്ന് വിളിച്ചു എന്ന് പരാമർശിച്ച് അവരുടെ വീട്ടുകാർ കേസ് കൊടുത്തു. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് രണ്ടാമത് വെളിയിൽ വരുന്ന ന്യൂസ്. കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഗെയ് എന്ന പരാമർശം ഞാൻ ഒരു വീഡിയോയിലും ഗെയ് എന്ന് പറയുന്നത് കണ്ടില്ല. ഗെയ് എന്ന് എടുത്തു പറയുന്ന പോലെ ഞാൻ കണ്ടില്ല ഒരു വീഡിയോയിലും. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, ഞാൻ കണ്ട വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് സാധാരണ ഇടപെട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്ത് വിടാറാണ് പതിവ്. ഇനി ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ ഇതിനകത്ത് ഏതാണ് സത്യാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ രണ്ടില് ഏത് വന്നാലും ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും വലിയ വലിയ വിഷയങ്ങളൊക്കെ. ഞാനൊരു രതീഷ് സപ്പോർട്ടർ അല്ല. ഞാൻ ആദ്യമേ പറയാറുണ്ട്, ഞാൻ രതീഷിന്റെ ഒരു സപ്പോർട്ടറേ അല്ല. കാരണം വേറൊന്നുമല്ല, രതീഷ് ആ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച കണ്ടന്റ് കൊടുത്തത് രതീഷ് ആയിരുന്നു. അവിടെ ഇനി ആര് കണ്ടന്റ് കൊടുക്കും എന്നുള്ള നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ കാര്യങ്ങളല്ല. വെച്ചാൽ കളി തുടങ്ങിയിട്ട് ഒരാഴ്ച ആയുള്ളൂ. പക്ഷെ ഇനി ആ രതീഷ് പുറത്തായെന്നിരിക്കട്ടെ, പുറത്തായെങ്കിൽ തന്നെ അവിടെ ഒരു ഓണവില്ല് സംഭവിക്കാൻ സാധ്യത, കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ഓണവില്ല് ആവാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും കൂട്ടുകെട്ട് പോലെ മിങ്കിളായി ഒരു പിക്നിക്കിന് പോയ ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. അവസ്ഥയിൽ ഇപ്പൊ ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് രതീഷ് ആയിരുന്നു അവിടെ കണ്ടന്റ് തന്നുകൊണ്ടിരുന്നത്. രതീഷ് വലിയ പ്ലെയർ ആണെന്നൊന്നും അല്ല പറയുന്നത്. അവിടെ ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിലും അവിടെ പിക്നിക്കിന് വന്നവരാണെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും ഒന്ന് സ്ക്രൂ മുറുക്കി അവരെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ കൂടുതലും രതീഷിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇപ്പൊ പലരും ഫയർ ആകുന്നുണ്ട്. ഫയർ ആകുന്ന വെച്ചാൽ റോക്കി നല്ല ഫയർ ആയിട്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. എടുത്ത് പറയേണ്ടത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടത് പിന്നെ റോക്കിയാണ് എടുത്ത് പറയേണ്ടത് മുഖത്ത് നോക്കി കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ റോക്കി അപ്പോഴും വെളിയിൽ ഗെയിം കളിക്കുമ്പോൾ
നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വെളിയിൽ ഗെയിം കളിക്കുമ്പോൾ പലരും ടാർഗറ്റ് ചെയ്ത് പലരും പറയുന്നുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും അവർ 2-3-4 പേര് ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് മാറിയിട്ടുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിനകത്തും പറയേണ്ടത് കൃത്യമായിട്ട് റോക്കി പറയുന്നുണ്ടെങ്കിലും സിജോ റോക്കിക്കെതിരെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിജോ റോക്കിയും ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാറുണ്ട്. അങ്ങോട്ട് പോയിരുന്നിട്ട് റോക്കി സിജോയെ പറയും, സിജോ റോക്കിയെ പറയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ അവരെങ്ങനെ മുന്നോട്ട് വരുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ഒരാഴ്ച കൊണ്ട് വിലയിരുത്താൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരാഴ്ച കൊണ്ട് ഈ രതീഷ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഓണവില്ലായിട്ട് മാറിയേനെ എന്ന് എനിക്ക് തോന്നി. അല്ലാതെ വലിയ കണ്ടന്റുകളൊന്നും അവിടെ വന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം അറിഞ്ഞത് റീഷൂട്ട് ചെയ്തു എന്നാണ്. രണ്ടാമത് ആദ്യത്തെ ഇന്നത്തെ ഫൈനൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഈ വിഷയം, ഏത് വിഷയമാണെങ്കിലും രതീഷിനെ സംബന്ധിക്കുന്ന വിഷയം കൂടുതൽ രൂക്ഷമായെന്നും അതിനുശേഷം റീഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഷൂട്ടിംഗ് കാണാൻ പോയ പബ്ലിക്കിലുള്ള ആൾക്കാർ അവിടുന്ന് വരുന്നത് വരെ രതീഷിനെ പുറത്താക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുശേഷം എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ്, അതിനുശേഷമായിരിക്കാം സീരിയസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായത്, ഈ കേസോ എന്തെങ്കിലും വന്നത്. അതിനുശേഷം റീഷൂട്ട് ചെയ്തു പുറത്താക്കിയെന്ന് പറയുന്നു. ചിലർ പറയുന്നു സീക്രട്ട് റൂമിലേക്ക് മാറ്റുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരാഴ്ചക്കകം സീക്രട്ട് റൂമിലേക്ക് മാറ്റാനുള്ള ഒരു ഗെയിമൊന്നും അവിടെ നടന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ.